യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, 2 കൊരിന്തോസ് 11 അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ഈ മോക്ക് ടെസ്റ്റിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കോരിന്തോസുകാർ എന്ത് സഹിക്കുമെന്നാണ് പൗലോസ്ലീഹ പ്രതീക്ഷിക്കുന്നത്? ഓപ്ഷൻസ്: എ. പൗലോസ്ലീഹയുടെ ഭോഷത്വം, ബി. ആത്മപ്രശംസ, സി. അല്പം ഭോഷത്വം സംസാരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, അല്പം ഭോഷത്വം സംസാരിക്കുന്നത്. പൗലോസ്ലീഹായോട് കൊരിന്തോസുകാർ ഇപ്പോൾ തന്നെ എന്താണ് കാണിക്കുന്നത്? ഓപ്ഷൻസ്: എ. സഹിഷ്ണുത, ബി. സ്നേഹം, സി. വിശ്വസ്തത. ഉത്തരം ഓപ്ഷൻ എ, സഹിഷ്ണുത. കൊരിന്തോസുകാർ പൗലോസ്ലീഹായോട് സഹിഷ്ണുതയാണ് കാണിക്കുന്നത്. പൗലോസ്ലീഹായ്ക്ക് എന്തുകൊണ്ടാണ് കൊരിന്തോസുകാരോട് ദൈവികമായ അസൂയ തോന്നുന്നത്? ഓപ്ഷൻസ്: എ. നിർമ്മലയായി അവളെ ക്രിസ്തുവിനെ സമർപ്പിച്ചതുകൊണ്ട്, ബി. നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ അവരെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി അവരുടെ വിവാഹ നിശ്ചയം നടത്തിയതുകൊണ്ട്, സി. കൊരിന്തോസുകാരിൽ ദൈവകൃപ നിറഞ്ഞൊഴുകുന്നതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി, നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ അവരെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി അവരുടെ വിവാഹ നിശ്ചയം നടത്തിയതുകൊണ്ട്. നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ കൊരിന്തോസുകാരെ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. കർത്താവിന്, ബി. യേശുവിന്, സി. ക്രിസ്തുവിന്. ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തുവിന്. ആര് തമ്മിലുള്ള വിവാഹ നിശ്ചയത്തെക്കുറിച്ചാണ് 2 കൊരിന്തോസ് 11:2 പറയുന്നത്? ഓപ്ഷൻസ്: എ. ക്രിസ്തുവും കൊരിന്തോസുകാരുമായുള്ള വിവാഹ നിശ്ചയം, ബി. ക്രിസ്തുവിന്റെ സഭയും ക്രിസ്തുവുമായുള്ള വിവാഹ നിശ്ചയം, സി. ക്രിസ്തുവും ദൈവസഭയും ആയുള്ള വിവാഹ നിശ്ചയം. ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തുവും കൊരിന്തോസുകാരുമായുള്ള വിവാഹ നിശ്ചയം. ആരെയാണ് തന്ത്രപൂർവം ചതിച്ചത്? ഓപ്ഷൻസ്: എ. പിശാച് ഹവ്വായെ, ബി. സർപ്പം ആദത്തെയും ഹവ്വായെയും, സി. സർപ്പം ഹവ്വായെ. ഉത്തരം ഓപ്ഷൻ സി, സർപ്പം ഹവ്വായെ. സർപ്പം ഹവ്വായെ എങ്ങനെയാണ് ചതിച്ചത്? ഓപ്ഷൻസ്: എ. കൗശലപൂർവം, ബി. തന്ത്രപൂർവം, സി. ബുദ്ധിപൂർവം. ഉത്തരം ഓപ്ഷൻ ബി, തന്ത്രപൂർവം. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ കൊരിന്തോസുകാരുടെ ചിന്തകൾ എന്തിൽ നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്നാണ് പൗലോസ്ലീഹ ഭയക്കുന്നത്. ഓപ്ഷൻസ്: എ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും, ബി. ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്നും, സി. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും. ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്നും. 2 കൊരിന്തോസ് 11:4 അനുസരിച്ച് പൗലോസ്ലീഹായും കൂട്ടരും പ്രസംഗിച്ചത് എന്താണ്? ഓപ്ഷൻസ്: എ. സുവിശേഷം, ബി. ക്രിസ്തുവിനെ, സി. യേശുവിനെ. ഉത്തരം ഓപ്ഷൻ സി, യേശുവിനെ. 2 കൊരിന്തോസ് 11:4 അനുസരിച്ച് കൊരിന്തോസുകാർ സ്വീകരിച്ചത് എന്താണ്? ഓപ്ഷൻസ്: എ. സുവിശേഷം, ബി. ആത്മാവിനെ, സി. യേശുവിലുള്ള വിശ്വാസം. ഉത്തരം ഓപ്ഷൻ ബി, ആത്മാവിനെ. കൊരിന്തോസുകാർ കൈക്കൊണ്ടത് എന്താണ്? ഓപ്ഷൻസ്: എ. സുവിശേഷം, ബി. ക്രിസ്തുവിനെ, സി. ആത്മാവിനെ. ഉത്തരം ഓപ്ഷൻ എ, സുവിശേഷം. 2 കൊരിന്തോസ് 11:4 തുല്യമായ മറ്റൊരു വചനഭാഗം ഏത്? ഓപ്ഷൻസ്: എ. ഗലാത്യർ 2 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, ബി. ഗലാത്യർ 1 അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, സി. ഗലാത്യർ 1 അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി, ഗലാത്യർ 1 അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. താൻ എന്തിൽ പിന്നോക്കമല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻസ്: എ. പ്രസംഗ ചാതുര്യത്തിൽ, ബി. അറിവിൽ, സി. തീഷ്ണതയിൽ. ഉത്തരം ഓപ്ഷൻ ബി, അറിവിൽ. താൻ അറിവിൽ പിന്നോക്കമല്ല. തനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം, എങ്കിലും അറിവിൽ താൻ പിന്നോക്കമല്ല എന്ന് എപ്രകാരമാണ് പൗലോസ്ലീഹ വെളിപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻസ്: എ. എല്ലാ കാര്യങ്ങളിലും എല്ലാവിധത്തിലും, ബി. വിശ്വാസ തീഷ്ണതയിൽ, സി. ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ. ഉത്തരം ഓപ്ഷൻ എ, എല്ലാ കാര്യങ്ങളിലും എല്ലാവിധത്തിലും. പൗലോസ്ലീഹ തന്നെ താഴ്ത്തിയത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻസ്: എ. കൊരിന്തോസുകാരുടെ ഉത്കർഷത്തിനു വേണ്ടി, ബി. താൻ ക്രിസ്തുവിലും ക്രിസ്തു തന്നിലും ജീവിക്കുന്നതിനു വേണ്ടി, സി. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിനു വേണ്ടി. ഉത്തരം ഓപ്ഷൻ എ, കൊരിന്തോസുകാരുടെ ഉത്കർഷത്തിനു വേണ്ടി.
കോറിന്തോസുകാരുടെ ഉത്കർഷത്തിന് വേണ്ടി പൗലോസ്ലീഹ എങ്ങനെയാണ് തന്നെ തന്നെ താഴ്ത്തിയത്? ഓപ്ഷൻസ്: എ. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്. ബി. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട്. സി. ദൈവത്തിന്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി. ദൈവത്തിന്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട്. ആരുടെ സുവിശേഷമാണ് പൗലോസ്ലീഹ പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചത്? ഓപ്ഷൻസ്: എ. നമ്മുടെ കർത്താവിന്റെ സുവിശേഷം. ബി. ദൈവത്തിന്റെ സുവിശേഷം. സി. ക്രിസ്തുവിന്റെ സുവിശേഷം. ഉത്തരം ഓപ്ഷൻ ബി. ദൈവത്തിന്റെ സുവിശേഷം. പ്രതിഫലം കൂടാതെ പൗലോസ്ലീഹ എന്താണ് ചെയ്തത്? ഓപ്ഷൻസ്: എ. കൊറിന്തോസുകാരെ സുവിശേഷം അറിയിച്ചു. ബി. ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചു. സി. ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഉത്തരം ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കോറിന്തോസുകാരുടെ കൂടെ ആയിരിക്കുമ്പോൾ പൗലോസ്ലീഹായ്ക്ക് ഞെരുക്കമുണ്ടായപ്പോൾ സ്ലീഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തത് ആരാണ്? ഓപ്ഷൻസ്: എ. സഹോദരന്മാർ. ബി. മക്കതോനിയക്കാർ. സി. മക്കതോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാർ. ഉത്തരം ഓപ്ഷൻ സി. മക്കതോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാർ. മക്കതോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാർ. മേലിലും താൻ എന്തിൽ ശ്രദ്ധിക്കുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻസ്: എ. നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ. ബി. സുവിശേഷം പ്രസംഗിക്കുവാൻ. സി. വിശുദ്ധർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ. ഉത്തരം ഓപ്ഷൻ എ. നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ. എന്റെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്ന് പൗലോസ്ലീഹ പറയുവാൻ കാരണമെന്ത്? ഓപ്ഷൻസ്: എ. സുവിശേഷത്തിൽ ഉള്ള തന്റെ തീഷ്ണത കൊണ്ട്. ബി. കോറിന്തോസുകാരോട് തനിക്കുള്ള സ്നേഹം കൊണ്ട്. സി. ക്രിസ്തുവിന്റെ സത്യം പൗലോസ്ലീഹായിൽ ഉള്ളതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി. ക്രിസ്തുവിന്റെ സത്യം പൗലോസ്ലീഹായിൽ ഉള്ളതുകൊണ്ട്. തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവരുടെ അവകാശവാദം എങ്ങനെയാണ് പൗലോസ്ലീഹ ഖണ്ഡിക്കുന്നത്? ഓപ്ഷൻസ്: എ. പൂർവാധികം ഊർജിതമായി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്. ബി. പൗലോസ്ലീഹ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്തുകൊണ്ട്. സി. കപട അപ്പസ്തോലന്മാരെ ശാസിച്ചുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി. പൗലോസ്ലീഹ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്തുകൊണ്ട്. കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരും ആരാണ്? ഓപ്ഷൻസ്: എ. കപട അപ്പസ്തോലന്മാർ. ബി. തങ്ങളുടെ പ്രേക്ഷിത വില ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവർ. സി. കപട പ്രശംസ ചെയ്യുന്നവർ. ഓപ്ഷൻ ബി. തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവർ. തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവരെ കുറിച്ച് പൗലോസ്ലീഹ എന്താണ് പറയുന്നത്? ഓപ്ഷൻസ്: എ. കപട അപ്പസ്തോലന്മാർ. ബി. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവർ. സി. കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരും. ഉത്തരം ഓപ്ഷൻ സി. കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരും. 2 കോറിന്തോസ് 11:14 അത്ഭുതപ്പെടേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അപ്പസ്തോലൻ എന്താണ് പറയുന്നത്? ഓപ്ഷൻസ്: എ. ക്രിസ്തുവിന്റെ സത്യം ഞങ്ങളിലുണ്ട്. ബി. പിശാചു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. സി. ഞാൻ വ്യാജം പറയുകയല്ലെന്ന് കർത്താവായ യേശുവിന്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു. ഉത്തരം ഓപ്ഷൻ സി. പിശാചു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. കോറിന്തോസ് 11-ാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ്? ഓപ്ഷൻസ്: എ. കപട അപ്പസ്തോലന്മാർ. ബി. വ്യാജ അപ്പസ്തോലന്മാർ. സി. അപ്പസ്തോലന്റെ സഹനം. ഉത്തരം ഓപ്ഷൻ സി. അപ്പസ്തോലന്റെ സഹനം. എന്തിലുള്ള ദൃഢവിശ്വാസത്തോടെയാണ് ഒരു ഭോഷനെ പോലെ പൗലോസ്ലീഹ സംസാരിക്കുന്നത്? ഓപ്ഷൻസ്: എ. കർത്താവിന്റെ അധികാരത്തിലുള്ള ദൃഢവിശ്വാസത്തോടെ. ബി. ആത്മപ്രശംസയിലുള്ള ദൃഢവിശ്വാസത്തോടെ. സി. യേശുക്രിസ്തുവിലുള്ള ദൃഢവിശ്വാസത്തോടെ. ഉത്തരം ഓപ്ഷൻ ബി. ആത്മപ്രശംസയിലുള്ള ദൃഢവിശ്വാസത്തോടെ. ആത്മപ്രശംസയിലുള്ള ദൃഢവിശ്വാസത്തോടെയാണ് ഒരു ഭോഷനെ പോലെ പൗലോസ്ലീഹ സംസാരിക്കുന്നത്. അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നുവെന്ന് ലജ്ജയോടെ പറഞ്ഞുകൊള്ളട്ടെ എന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്തിനെ കുറിച്ചൊക്കെയാണ്?
ഓപ്ഷൻസ് എ നിങ്ങളെ അടിമകളാക്കാനും കൊള്ളയടിക്കാനും ചൂഷണം ചെയ്യാനും അഹങ്കരിക്കാനും നിങ്ങളുടെ മുഖത്തടിക്കുവാനും. ഓപ്ഷൻ ബി നിങ്ങളെ ചൂഷണം ചെയ്യുവാൻ. സി നിങ്ങളെ കൊള്ളയടിക്കുവാൻ. ഉത്തരം ഓപ്ഷൻ എ നിങ്ങളെ അടിമകളാക്കാനും കൊള്ളയടിക്കാനും ചൂഷണം ചെയ്യാനും അഹങ്കരിക്കാനും നിങ്ങളുടെ മുഖത്തടിക്കുവാനും. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നുവെന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. 2 കോരിന്തോസ് 11:21 ഒരു ഭോഷനെ പോലെ പൗലോസ് ലീഹ എന്താണ് പറയുന്നത്? ഓപ്ഷൻസ് എ അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നു. ബി ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും. സി ആത്മപ്രശംസയിലുള്ള ദൃഢവിശ്വാസത്തോടെ ഞാൻ സംസാരിക്കും. ഉത്തരം ഓപ്ഷൻ ബി ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും. ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും എന്നാണ് 2 കോരിന്തോസ് 11:21 പൗലോസ് ലീഹ ഒരു ഭോഷനെ പോലെ പറയുന്നത്. 2 കോരിന്തോസ് 11:22 പൗലോസ് ലീഹ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എ അവർ ഹെബ്രായരാണോ, അവർ ഇസ്രായേൽക്കാരാണോ, അവർ അബ്രാഹത്തിന്റെ സന്തതികളാണോ. ബി എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ. സി അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്തത്ഭുതം. ഉത്തരം ഓപ്ഷൻ എ അവർ ഹെബ്രായരാണോ, അവർ ഇസ്രായേൽക്കാരാണോ, അവർ അബ്രാഹത്തിന്റെ സന്തതികളാണോ. അവർ ഹെബ്രായരാണോ, അവർ ഇസ്രായേൽക്കാരാണോ, അവർ അബ്രാഹത്തിന്റെ സന്തതികളാണോ എന്ന 3 ചോദ്യങ്ങളാണ് പൗലോസ് ലീഹ 2 കോരിന്തോസ് 11:22 ചോദിക്കുന്നത്. 2 കോരിന്തോസ് 11-ാം അധ്യായത്തിൽ പൗലോസ് ലീഹ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഓപ്ഷൻസ് എ 5 ചോദ്യങ്ങൾ, ബി 10 ചോദ്യങ്ങൾ, സി 7 ചോദ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി 10 ചോദ്യങ്ങൾ. 2 കോരിന്തോസ് 11-ാം അധ്യായത്തിൽ പൗലോസ് ലീഹ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഏതാണ്? ഓപ്ഷൻസ് എ ദൈവത്തിന്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ. ബി ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ. സി അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ. ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിന്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ. 2 കോരിന്തോസ് 11-ാം അധ്യായത്തിൽ പൗലോസ് ലീഹ ചോദിക്കുന്ന 4-ാമത്തെ ചോദ്യം എന്താണ്? ഓപ്ഷൻസ് എ അവർ ഹെബ്രായരാണോ, ബി ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ, സി അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം. ഉത്തരം ഓപ്ഷൻ സി അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം. 2 കോരിന്തോസ് 11:25 3 പ്രാവശ്യം തനിക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ഓപ്ഷൻസ് എ 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു. ബി 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെടുകയും 3 രാത്രിയും 3 പകലും കടലിൽ ഒഴുകി നടക്കുകയും ചെയ്തു. സി 3 പ്രാവശ്യം പ്രഹരിക്കപ്പെടുകയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഉത്തരം ഓപ്ഷൻ എ 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ എവിടെ വെച്ചാണ് പൗലോസ് ലീഹ അപകടങ്ങളിൽ അകപ്പെട്ടത്? ഓപ്ഷൻസ് എ നദികളിൽ വെച്ചും നഗരത്തിൽ വെച്ചും, ബി നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും, സി നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും. ഉത്തരം ഓപ്ഷൻ ബി നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും പൗലോസ് ലീഹ അപകടങ്ങളിൽ അകപ്പെട്ടു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ ആരിൽ നിന്നാണ് പൗലോസ് ലീഹായ്ക്ക് അപകടങ്ങൾ ഉണ്ടായത്? ഓപ്ഷൻസ് എ കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും, ബി സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും, സി കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും. ഉത്തരം ഓപ്ഷൻ സി കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും. 2 കോരിന്തോസ് 11:27 എത്ര കാര്യങ്ങളിൽ താൻ ജീവിച്ചു എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ഓപ്ഷൻസ് എ 8 കാര്യങ്ങൾ, ബി 7 കാര്യങ്ങൾ, സി 6 കാര്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ 8 കാര്യങ്ങൾ. കഠിനാധ്വാനത്തിൽ, വിഷമസന്ധികളിൽ, നിരവധി രാത്രികളിലെ ജാഗരണത്തിൽ, വിശപ്പിൽ, ദാഹത്തിൽ, പലപ്പോഴും ഉപവാസത്തിൽ, തണുപ്പിൽ, നഗ്നതയിൽ ജീവിച്ചു എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്.
എന്തിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് പൗലോസ്ലീഹായെ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നത്? ഓപ്ഷൻസ് എ കോരിന്തോസിലെ സഭയെക്കുറിച്ച്, ബി സകല സഭകളെയും കുറിച്ച്, സി തുടരെയുള്ള യാത്രകളെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി സകല സഭകളെയും കുറിച്ച്. സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠയാണ് പൗലോസ്ലീഹായെ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നത്. 2 കോരിന്തോസ് 11 അധ്യായത്തിൽ പൗലോസ്ലീഹ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവസാനം ചോദിക്കുന്ന ചോദ്യം ഏതാണ്? ഓപ്ഷൻസ് എ ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്, ബി ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്, സി അവർ അബ്രാഹത്തിന്റെ സന്തതികളാണോ. ഉത്തരം ഓപ്ഷൻ ബി ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്. പൗലോസ്ലീഹ വ്യാജം പറയുകയല്ലെന്ന് അറിയുന്നത് ആരാണ്? ഓപ്ഷൻസ് എ കർത്താവായ യേശു, ബി ദൈവം, സി കർത്താവ്. ഉത്തരം ഓപ്ഷൻ ബി ദൈവം. 2 കോരിന്തോസ് 11:31 പൗലോസ്ലീഹ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ് എ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവുമായ ദൈവം, ബി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവം, സി കർത്താവായ യേശുവിന്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം. ഉത്തരം ഓപ്ഷൻ സി കർത്താവായ യേശുവിന്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം. പൗലോസ്ലീഹായെ ദമാസ്കസിൽ വച്ച് പിടികൂടുവാൻ വേണ്ടി ദമാസ്കസ് നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻസ് എ അരത്താസ് രാജാവ്, ബി അരേത്താസ് രാജാവിന്റെ ദേശാധിപതി, സി സിസേറ. ഉത്തരം ഓപ്ഷൻ ബി അരേത്താസ് രാജാവിന്റെ ദേശാധിപതി. പൗലോസ്ലീഹ എങ്ങനെയാണ് അരേത്താസ് രാജാവിന്റെ ദേശാധിപതിയുടെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടത്? ഓപ്ഷൻസ് എ മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്ക് ഇറക്കപ്പെട്ട്, ബി തടവറയുടെ തുറന്നു കിടന്ന വാതിലിലൂടെ, സി മതിലിൽ ഉള്ള ഒരു കിളിവാതിലിലൂടെ. ഉത്തരം ഓപ്ഷൻ എ മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്കിറക്കപ്പെട്ട്. മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്കിറക്കപ്പെട്ടാണ് പൗലോസ്ലീഹ അരേത്താസ് രാജാവിന്റെ ദേശാധിപതിയുടെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടത്. 2 കോരിന്തോസ് 11 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ് എ 34 വാക്യങ്ങൾ, ബി 33 വാക്യങ്ങൾ, സി 35 വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി 33 വാക്യങ്ങൾ. 2 കോരിന്തോസ് 11 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഏതെല്ലാം? ഓപ്ഷൻസ് എ അപ്പസ്തോലന്റെ സഹനം എന്ന ഒരു ശീർഷകം, ബി കപട അപ്പസ്തോലന്മാർ അപ്പസ്തോലന്റെ സഹനം എന്ന 2 ശീർഷകങ്ങൾ, സി വ്യാജ അപ്പസ്തോലന്മാർ അപ്പസ്തോലന്റെ സഹനം എന്ന 2 ശീർഷകങ്ങൾ. ഉത്തരം കപട അപ്പസ്തോലന്മാർ അപ്പസ്തോലന്റെ സഹനം എന്ന 2 ശീർഷകങ്ങൾ. എത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെ, 45 ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി.